ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ ജീവിതം നശിപ്പിച്ച ദേവികയെ എന്ത് വില കൊടുത്തും ഞാൻ നശിപ്പിക്കും. ഋഷി എപ്പോഴും അവളെ പാമ്പർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അവൾ കരുതിയിരിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവൾ എപ്പോഴും കൊഞ്ചിക്കാനും കൂടെ കൊണ്ടു നടക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയം കിട്ടണ്ടേ ചേച്ചി. ഓഫീസിലെ തിരക്കുകൾ ചേച്ചിക്കോ അറിയാലോ. അതിനിടയ്ക്കാ സിദ്ധുവേട്ടന്റെ ശത്രുക്കളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനിടയിൽ ഗോപുവിന് വേണ്ടി മാറ്റിവെക്കാൻ സമയം തീരെ കിട്ടാറില്ല. അത് സത്യമാണ്. ഇന്ന് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഗോപിക വിളിച്ച് അതേക്കുറിച്ച് കുറെ പരിഭവിച്ചു. ഇന്ന് എന്നെ ഔട്ടിങ്ങിന് പോകണമെന്ന് അവൾ വാശി പിടിച്ചു. സമയമില്ലെങ്കിലും ഞാൻ അതിന് സമ്മതിച്ചു. പക്ഷെ പുറത്തു പോയിട്ടും എനിക്ക് അവളുടെ കാര്യമായിട്ടൊന്നും മിണ്ടാൻ സാധിച്ചില്ല. അവിടെയും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അതേതായാലും മോശമായി പോയി. ആ, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ് ചേച്ചി. ഋഷി വിഷമിക്കണ്ട, ഗോപിയോട് ഞാനും സംസാരിക്കട്ടെ. കുട്ടാ, കുട്ടൻ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്താ പറ്റിയേ? ഋഷിയുടെ മലയ്ക്ക് എന്താ പറ്റിയേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഗോപു, ചേച്ചി പിന്നോടൊന്നും സംസാരിക്കരുത്. ഗോപു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ചേച്ചി ഋഷിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അവന്റെ വക്കാലത്തുമായിട്ടായിരിക്കും ചേച്ചി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ? മോളെ, ഋഷി വേണ്ട. ചേച്ചി ഋഷിയുടെ സൈഡിൽ നിന്ന് എന്നോട് സംസാരിക്കരുത്. എന്നോടിപ്പോ ഋഷിക്ക് യാതൊരു താല്പര്യവും ഇല്ല. അവനിപ്പോ എന്നോട് ആ പഴയ സ്നേഹവും പ്രേമവും ഒരു മാങ്ങാത്തൊലിയില്ല. എന്നോടൊരല്പം നേരം ഒന്ന് സംസാരിച്ചിരിക്കാൻ പോലും അവന് മനസ്സില്ല. ഇപ്പോഴും ഓഫീസിനെ കുറിച്ചും ജോലിയെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇത്തിരി നേരം ഋഷി ഒന്ന് തനിച്ച് കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ ആളോടൊപ്പം പുറത്തു പോയത്. അവിടെ ചെന്നപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഗോപു, കാര്യങ്ങൾ നീ കരുതുന്ന പോലെയൊന്നും അല്ല. നമുക്ക് ചുറ്റിനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളെയും സിദ്ധുവിനെയും അപായപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? അല്ല, അവിടെ എന്താ നടന്നത്? അത് ഇതൊന്നും നമ്മളെപ്പോലുള്ളവരുടെ സാധാരണ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെയാ ഇതെല്ലാം കാണുമ്പോ എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങള് ചേച്ചി ഫേസ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് ഋഷിയാണ്. അതുകൊണ്ടാ ഋഷി ഈയിടെയായിട്ട് പതിവില്ലാത്ത വിധം തിരക്കിലായി പോയത്. നിനക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഋഷിക്ക് സാധിക്കാത്തതും അതുകൊണ്ടാ. കുട്ടനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ ക്രിമിനൽസിന് പിന്നാലെ അന്വേഷണം തകൃതിയായി നടക്കുന്നതുകൊണ്ട് ഋഷിയുടെ ഓഫീസ് ജോലികൾ പെൻഡിംഗ് ആവും. ആ പെൻഡിംഗ് വർക്ക്സ് ആണ് ഓഫീസ് കഴിഞ്ഞ നേരത്തെ ഋഷി ചെയ്യുന്നത്. അല്ലാതെ നിന്നോട് താല്പര്യമില്ലാത്തോണ്ടൊന്നുമല്ല. ഋഷിക്കും നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയുണ്ട്. ആ സ്നേഹത്തിന് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല, ഇനി അത് വരികയില്ല. അതുകൊണ്ട് ഋഷിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഗോപ ഋഷിയോട് പൊറുക്കണം. അവനോടുള്ള പിണക്കം മാറ്റണം. ചേച്ചിക്കും കുട്ടിനും വേണ്ടി ഋഷി ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിഗണന ഗോപ ഋഷിക്ക് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. മോളെ,
ഇത് ചേച്ചിയുടെ അപേക്ഷയാണ്. അയ്യോ ചേച്ചി എന്നോട് അപേക്ഷിക്കോ? അതൊന്നും വേണ്ട. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചേച്ചിയും ഋഷിയും ഒരു വലിയ ദൗത്യത്തിന്റെ പിന്നാലെയാണെന്ന് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. സോറി ചേച്ചി, ഇതൊന്നും അറിയാതെ ഞാൻ ഋഷിയെ വിഷമിപ്പിച്ചു. അത് തെറ്റായിപ്പോയി. സോറി പറയേണ്ടത് എന്നോടല്ല, ഋഷിയോടാ. സോറി ഋഷി, സോറി. ഒരു 100 വട്ടം സോറി. എന്നോട് ക്ഷമിക്കൂ. ഏ അല്ല, ഇവിടെ ഇപ്പൊ എന്ത് മറിമായ സംഭവിച്ചേ? ഒരു മറിമായവും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും പരസ്പരം മാപ്പ് പറഞ്ഞ് നിങ്ങൾക്കിടയിലെ പിണക്കം മാറ്റിയെടുക്ക്. ഞങ്ങൾക്കിടയിൽ എന്ത് പിണക്കം അല്ലേ ഋഷി? അതെ. ആ അപ്പൊ ഞാൻ പുറത്തായി. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്താ എന്റെ അടുത്ത് പറയാതിരുന്നേ? അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം. നീ ഇപ്പം വാ. ഭദ്ര, നിങ്ങൾ വരുന്ന വിവരം ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നു. ഭദ്രൻ ചേട്ടാ, ചേട്ടന്റെ ജാമ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ചേട്ടന് ഉടൻ തന്നെ ജാമ്യം കിട്ടും. നിനക്ക് ഞങ്ങൾ ഈ ജാമ്യം തരപ്പെടുത്തരുന്നതിന് പിന്നിൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നീ അത് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരണം. അത് നടന്നാൽ അതിന്റെ ലാഭം ഞങ്ങൾക്ക് മാത്രമല്ല, നിനക്കും ഉണ്ട്. നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ട്. എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എന്താ നിങ്ങളുടെ പ്ലാൻ? അത് പറ. പറയാം. ജാമ്യത്തിലിറങ്ങിയാൽ ഉടൻ നിങ്ങൾ പറഞ്ഞ ഈ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം. ഇത് എന്റെ ഒരു വാശി കൂടിയാ. എന്റെ ജീവിതം നശിപ്പിച്ച ദേവികയെ എന്ത് വില കൊടുത്തും ഞാൻ നശിപ്പിക്കും.